ഞാനൊരു ദുആ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് 5 പേരെയാ കൊന്നു കളഞ്ഞത്. കുടുംബത്തിലുള്ളവരെ അടക്കം കൊന്നു കളഞ്ഞ അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. ഞാൻ നിങ്ങളോട് പറയാ, മക്കള് സ്വാലിഹീങ്ങളാകാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഖുർആനിൽ ഒരു ദുആ പറയുന്നുണ്ട്. മക്കള് സ്വാലിഹീങ്ങളാകാൻ വേണ്ടി. മക്കള് പിഴച്ചു പോയാൽ അത് വല്ലാത്ത പ്രയാസ. പണ്ടൊക്കെ പുറത്തുള്ള ഗുണ്ടകളെ പേടിച്ചാൽ മതി, ഇപ്പം വീട്ടിലുള്ള ഗുണ്ടകളെ പേടിക്കേണ്ട അവസ്ഥ. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ചോദിക്കട്ടെ, നല്ല ഭാര്യമാരെ വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയപ്പ. ആരെങ്കിലും ഉണ്ടോ? മനസ്സിലാണ്ട? നല്ല ഭാര്യമാരെ വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയപ്പ. ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഇനി വേണ്ടവരല്ല കേട്ടോ, നല്ല ഭാര്യമാരെ വേണ്ടവർ. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. ഞാൻ കുറച്ചാൾക്ക് മുമ്പ് കാസർഗോഡ് ഭാഗത്ത് നിന്നിട്ട് വെച്ചു നല്ല ഭാര്യമാരെ വേണ്ടവർ കൈവക്കാൻ. അതിൽ 98% പൊക്കിയത് കെട്ടിയവരെ. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ജോലി ചെയ്യണ പള്ളിയുടെ മുമ്പിൽ ഒരു ഉമ്മയുണ്ട്. ആ ഉമ്മ എപ്പോഴും വന്നിട്ട് എന്നോട് പറയാ, പരാതിയെ ഉസ്താദേ, എൻ്റെ മകൻ കല്യാണം കഴിഞ്ഞിട്ടില്ല, ഇവൻ വീട്ടിൽ കയറുന്നത് രാത്രി 12 മണിക്ക്. ഉസ്താദേ, ഇവൻ എങ്ങനെയെങ്കിലും രാത്രി 10 മണിക്ക് നിങ്ങൾ വീട്ടിൽ കയറ്റണം. അപ്പോൾ ഇവൻ അടിക്കേണ്ട പ്രായമാണെങ്കിൽ ഇവൻ അടിക്കാം. ഇനി അടിച്ചാൽ തന്നെ ഉസ്താദന്മാർ ബോക്സോയിലകത്ത്. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. അപ്പോൾ എൻ്റെ മനസ്സിലൊരു കാര്യം ഉദിച്ചു, ഇവനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിച്ച ഇവൻ അൽഹംദുലില്ലാഹ് വീട്ടിൽ നേരത്തെ കാലത്ത് കയറും. ഞാൻ തന്നെ ഒരു പെണ്ണിനെ കണ്ടു, ഇവനെ കാണിച്ചു കൊടുത്തു, ഇവൻ ഇഷ്ടപ്പെട്ടു. ഞാൻ പ്രോട്ടോക്കോളൊന്നും നോക്കിയില്ല. ഞാൻ തന്നെ, സാധാരണ പെണ്ണിൻ്റെ ആളാണ് കെട്ടിച്ചു കൊടുക്കേണ്ടത്, നിക്കാഹ് ചെയ്ത് കൊടുക്കേണ്ടത്. അവിടുത്തെ ഖത്തീബാണ്. ഞാൻ പ്രോട്ടോക്കോൾ നോക്കിയില്ല, ഞാൻ തന്നെ നിക്കാഹൊക്കെ ചെയ്തു കൊടുത്തു. അൽഹംദുലില്ലാഹ്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ആ ഉമ്മാനെ റോഡിൽ വെച്ച് കണ്ടു. ഞാൻ ആ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ അൽഹംദുലില്ലാഹ് കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ? ഇവൻ എങ്ങനാ ഇപ്പം നേരെ ഇപ്പം വീട്ടിൽ കയറുന്നുണ്ടോ? 10 മണിക്ക് വീട്ടിൽ കയറണുണ്ടോ? ആ ഉമ്മ എൻ്റെ വണ്ടിയിൽ കല്ലെറിഞ്ഞെങ്കിൽ നിന്നു. ആ ഉമ്മ എന്നോട് പറയും, ഉസ്താദേ, കല്യാണത്തിന് മുമ്പ് എൻ്റെ മകൻ വീട്ടിൽ കയറിയത് രാത്രി 12 മണിക്ക്. ഉസ്താദേ, കല്യാണത്തിന് ശേഷം വീട്ടിൽ കയറണത് 2:30 മണിക്കും 3 മണിക്കും. ഉസ്താദേ, അള്ളാഹു അവൻ്റെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു സമാധാനം കൊടുക്കുമാറാവട്ടെ. അള്ളാഹു ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആ ചെയ്യണം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ അല്ലാഹു യഥാ പറയുകയാ, കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് വേണോ, സന്തോഷം വേണോ, റാഹത്ത് വേണോ, അനുഗ്രഹങ്ങൾ വേണോ, മക്കളിൽ ബറക്കത്ത് വേണോ? അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ അല്ലാഹു പറയുകയാ, ദുആ ഏതാ, ആയത്തേതാ, സൂക്തമേതാ? 6000ഓളം ആയത്തുകളുള്ള അള്ളാഹുവിന്റെ ഖുർആനുണ്ടല്ലോ. 25ഓളം പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറയുന്ന 114 സൂറത്തുകളുള്ള, ഒരുപാട് കഥകളുള്ള, ഒരുപാട് വിധികളുള്ള അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, എഴുതിയെടുക്കാൻ കഴിയുന്നവരതാ എഴുതിയെടുത്തു, റെക്കോർഡ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നവര് പഠിച്ചു, ചോദിച്ചു പഠിക്കാൻ പറ്റുന്നവര് പഠിച്ചു. ദുആ ഏതാ, ആയത്തേതാ? ഉസ്താദേ, 5 കൊല്ലമായല്ലോ മക്കളില്ല. ഉസ്താദേ, മക്കള് കഞ്ചാവിനടിമയാ. ഉസ്താദേ, ഭർത്താവിന് കള്ളുകുടിക്കടിമയാ എന്ന് പറയുന്നവരോട് പറയുകയാ, അള്ളാഹുവിന്റെ ഖുർആനാ പറയുന്നതു, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഈ പറയുന്ന ആയത്തുണ്ടല്ലോ, ഈ പറയുന്ന ദുആ ഉണ്ടല്ലോ, ഈ പറയുന്ന സൂക്തമുണ്ടല്ലോ, ആരെങ്കിലും ഒരാൾ ദുആ ചെയ്താ അവന്റെ കുടുംബ ജീവിതത്തില്, അവന്റെ മക്കളില്, അവന്റെ പരമ്പരയില് അല്ലാഹു പടച്ച തമ്പുരാ ബറക്കത്ത് തരുന്നതോ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, ഉസ്താദേ കടങ്ങളാണല്ലോ, ഉസ്താദേ മക്കളില്ലല്ലോ, ഉസ്താദേ വേദനകളാണല്ലോ, ഉസ്താദേ ബിസിനസ്സിൽ തകർച്ചയാണല്ലോ എന്ന് പറയുന്നവരോട് പറയുകയാ, ദുആ ചെയ്യുന്നവരാരാ, ദുആ ചെയ്യുന്നവരാരാ, കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നവരാരാ? ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് അവരുടെ പ്രതിസന്ധികള് അല്ലാഹു മാറ്റുന്നതോ.
അതുകൊണ്ടാ പറഞ്ഞത്, സങ്കടങ്ങളാ ഉസ്താദേ, ബിസിനസ്സിൽ ലാഭമില്ല ഉസ്താദേ, ടെൻഷനാ ഉസ്താദേ, കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തോ, അവരുടെ ദുനിയാവും ആഖിറവും വിജയിക്കുമെന്ന് നബിയിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നീ കബൂലാക്കണേ റഹ്മാനെ, സ്വീകരിക്കണേ റഹ്മാനെ. പിന്നെ ചില ആളുകൾ പറയും, ഉസ്താദേ ഞങ്ങളുടെ ദുആ സ്വീകരിക്കണില്ല, 20 കൊല്ലമായി ദുആ ഇറക്കുന്നു, കടങ്ങൾ വീട്ടിൽ തരണില്ല ഉസ്താദേ, മക്കളില്ല. ദുആ ചെയ്യുമ്പോൾ 3 നിബന്ധനകൾ പാലിച്ചിട്ടില്ലെങ്കിൽ അവരുടെ ദുആ എൻ്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു കബൂലാക്കൂലെന്ന. ദുആ ചെയ്യുമ്പോൾ 3 നിബന്ധനകൾ ഒരാൾ പാലിച്ചിട്ടില്ലെങ്കിൽ അവരുടെ ദുആ എൻ്റെ പ്രിയമുള്ളവരെ അല്ലാഹു കബൂലാക്കൂലെന്ന. നമ്മളൊക്കെ ദുആ ഇറക്കണവരാ. ഞാൻ ചോദിക്കട്ടെ, നിസ്കാരം കഴിഞ്ഞിട്ട് 1 മിനിറ്റെങ്കിലും നമ്മുടെ പേഴ്സണൽ കാര്യത്തിന് വേണ്ടി ദുആ ഇറക്കണം എത്ര പേരുണ്ട്? ഉസ്താദേ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ ഞങ്ങളൊക്കെ 1 മിനിറ്റെങ്കിലും ഞങ്ങളുടെ പേഴ്സണൽ കാര്യത്തിന് വേണ്ടി ദുആ ഇറക്കുന്നുണ്ട് ഉസ്താദേ എന്ന് പറയുന്നവരുണ്ടെങ്കിൽ കല്ല് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു അൽഹംദുലില്ലാ പറഞ്ഞോ. ഇന്ന് മിക്ക ആളുകൾ എങ്ങനെ സലാം വീട്ടാൻ വേണ്ടി കാത്തിരിക്കും. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ, ഈമാൻ നൽകിയിരിക്കുമാറാവട്ടെ. ഇപ്പം ഇവിടെ ഇരിക്കണവരൊക്കെ ഉസ്താദേ പള്ളി ജോലിയില്ലേ? പള്ളി ജോലിയുണ്ട്. ഉസ്താദ്മാർക്കൊക്കെ ഇമാമ് നിൽക്കുമ്പോൾ അനുഭവം ഉണ്ട്. എനിക്കൊക്കെ ഇഷ്ടം പോലെ അനുഭവമുണ്ട്. നമ്മൾ ഈ നിസ്കാരത്തിൽ ഇമാമ് നിൽക്കുമ്പോൾ ആദ്യത്തെ സലാം വിട്ടും, ആദ്യത്തെ സലാം വീട്ടിയിട്ട് ഇമാമ് 2ാമത്തെ സലാം വീട്ടുമ്പോൾ ഈ ഇടത്തെ ഭാഗത്ത് ചില ചങ്ങാതിമാരുണ്ടാവും, നേരത്തെ സലാം വീട്ടിട്ടിരിക്കുക, ഉസ്താദ് എന്താ ഉസ്താദെ സലാം വീട്ടാ താമസിച്ച ഉസ്താദെ എന്നിങ്ങനെ നോക്കിയിരിക്കണ ചില ചങ്ങാതിമാര് ഒരു ദുആ ഇറക്കും. ഇല്ല, ഞാൻ നിങ്ങളോട് പറയാ, ദുആ ചെയ്യുമ്പോ 3 നിബന്ധനകൾ പാലിക്കണവരാരാ അവരുടെ ദുആ എൻ്റെ പ്രിയമുള്ളവരെ അല്ലാഹു തട്ടി മാറ്റൂല. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. 1, ദുആ ചെയ്യുമ്പോ ദുആഇന്റെ തുടക്കത്തിൽ ഹംദ് പറയുന്നവരാരാ അവരുടെ ദുആ എൻ്റെ പ്രിയമുള്ളവരെ അല്ലാഹു സ്വീകരിക്കുന്ന. ദുആ ചെയ്യുമ്പോ തുടക്കത്തിൽ ഹംദ് പറയുന്നവരാരാ അവരുടെ ദുആ എൻ്റെ പ്രിയമുള്ളവരെ അല്ലാഹു സ്വീകരിക്കുന്ന. ഹംദ് എങ്ങനെയാ പറയണ്ടേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ വഹംദൻ ബികദിരി കമാലിക വഅളമതി ദാതിക ദായിമൻ ബിദവാമി മുൽകിക യാ അല്ലാഹ്. ഇതാണ് ഹംദ്. ഇനി ഉസ്താദ് ഹംദൊന്നും അറിയില്ല, ഹംദ് പല രീതിയിലുണ്ട്, ഹംദിൻ്റെ ഒരു ചെറിയ രൂപം ഞാൻ പറഞ്ഞ. ഇനി ഹംദ് അങ്ങനെ അറിയില്ല, അപ്പം എങ്ങനെയല്ലേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ, അങ്ങനെ ചെല്ലുക ദുആഇന്റെ തുടക്കത്തിൽ. ഇനി ഏത് ശൈഖുന എന്ന് പറഞ്ഞാലും ദുആ ഇറക്കുമ്പോൾ ഈ ഒരു കാര്യം തുടക്കത്തിൽ പറഞ്ഞില്ലെങ്കിൽ അവൻ്റെ ദുആക്ക് അല്ലാഹു ഹിജാബത്ത് കൊടുക്കൂല. 2, നബിതങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലാതെ അവരുടെ ദുആ എൻ്റെ പ്രിയമുള്ളവർ അല്ലാഹു കബൂലാക്കൂല. സ്വലാത്ത് എങ്ങനെ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഇങ്ങനെ സ്വലാത്ത്. ഇനി നിങ്ങൾക്ക് അറിയുന്ന സ്വലാത്ത്, ആ സ്വലാത്ത് ചെല്ലാതെ അല്ലാഹു എന്ത് ചെയ്യൂല? നിങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിക്കൂല. ഈ 2 കാര്യങ്ങൾ നമ്മളൊക്കെ ചെയ്യണവരാ. 3ാമത്തെ കാര്യം, ഞാനും നിങ്ങളും പലരും എൻ്റെ പ്രിയപ്പെട്ടവരെ മറന്നു പോകുന്ന കാര്യ. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 3ാമത്തേത് ഏതാ? ദുആ ചെയ്യുമ്പോൾ ആ ലൈറ്റിൻ്റെ സ്വിച്ചിൻ്റെ അവിടെ നിന്ന് 2 കസേര മാറ്റിയിട്ടാൽ പ്രശ്നം ഉണ്ടാവില്ല. ഇൻഷാ അല്ലാഹ്. അല്ലെങ്കിൽ ഇതെന്നറിയോ, ഇടക്ക് മിന്നലടിക്കും, ഇടക്ക് മിന്നൽ പോകും. അപ്പോൾ ഇൻഷാ അല്ലാഹ് 3ാമത്തേത് ദുആ സ്വീകരിക്കണമെങ്കിൽ ദുആയിൽ കൊണ്ടുവരേണ്ട 3ാമത്തെ നിബന്ധന ഏതാ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബിതങ്ങളതാ പറയുമ്പോ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ദുആ സ്വീകരിക്കണമെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ 3ാമതായി കൊണ്ടുവരേണ്ട നിബന്ധന ഏതാ? മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാതെ, ഉസ്താദന്മാർക്ക് വേണ്ടി ദുആ ചെയ്യാതെ ദുആയുണ്ടല്ലോ അല്ലാഹു സ്വീകരിക്കൂല, അല്ലാഹു കബൂലാക്കൂല. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാതെ, ഗുരുനാഥന്മാർക്ക് വേണ്ടി ദുആ ചെയ്യാതെ ദുആയുണ്ടല്ലോ അല്ലാഹു കബൂലാക്കൂല. അറബിയിൽ എങ്ങനാ ദുആ ചെയ്യുന്നത്? അല്ലാഹുമ്മ റബ്ബന ഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ വലിഅസാതീദിനാ വലിമശായിഖിനാ വലിമൻ ആനനാ വലിജമീഅൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാതെ, ഗുരുനാഥന്മാർക്ക് വേണ്ടി ദുആ ചെയ്യാതെ അവരുടെ ദുആയുണ്ടല്ലോ അല്ലാഹു കബൂലാക്കൂല. 1 ഹംദ്, 2 സ്വലാത്ത്, 3 മാതാപിതാക്കൾക്കും ഗുരുനാഥന്മാർക്കും വേണ്ടി ദുആ ചെയ്യാതെ
അവരുടെ ദുആ എൻ്റെ പ്രിയമുള്ളവരെ അള്ളാഹു കബൂലാക്കൂലെന്ന. അപ്പോൾ ഇനി ദുആരൊക്കെ ഇരിക്കുമ്പോൾ ചെറിയ കാര്യം ചിലപ്പോൾ വലിയ സമയമൊന്നും ഉണ്ടാവില്ല. ആ ഇരിക്കുന്ന 1 മിനിറ്റ് ദുആരക്കുമ്പോൾ എങ്ങനെ ദുആരക്കണം? തുടക്കത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദ യുവാഫി നിഅമഹു വയകാഫി മസീദ. രണ്ടാമത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഇനി തുടക്കത്തിലോ അവസാനത്തിലോ. ഇനി അറബിയിൽ ഉസ്താദ് ഞങ്ങൾക്ക് മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാരക്ക് അറിയില്ല, ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ലബ്ബ. അള്ളാഹുനോട് മലയാളത്തിൽ ദ്വാരുന്നു. അള്ളാഹു ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ അല്ലാ. മരിച്ചുപോയവരുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. അള്ളാഹു ഞങ്ങളുടെ ഗുരുനാഥന്മാർക്ക് നീ ഖൈർ കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞ് ദുആ ചെയ്തോ. ഈ 3 നിബന്ധനകളില്ലാതെ അവരുടെ ദുആ എൻ്റെ പ്രിയമുള്ളവരെ അള്ളാഹു കബൂലാക്കൂല എന്ന് പറയുമ്പോൾ അള്ളാഹു ഞങ്ങളെ നീ കാത്തിരിക്കണേ റഹ്മാൻ. എന്നിട്ട് നബി തങ്ങൾ പറയാ, വെള്ള വസ്ത്രം ധരിച്ച് ദുആ ചെയ്താൽ അവരുടെ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറയുക? വെള്ള വസ്ത്രം ധരിച്ച് ദുആ ചെയ്താൽ അവരുടെ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് വല്ലാത്ത സന്തോഷം. ഇതിൻ്റെ കമ്മിറ്റിക്കാരാണ്, ടാഗിട്ടിരിക്കുന്നവരൊക്കെ കമ്മിറ്റിക്കാരാ, ടാഗിട്ടിരിക്കുന്നവരൊക്കെ കമ്മിറ്റിക്കാരാ. അൽഹംദുലില്ലാ, നിങ്ങളൊക്കെ വെള്ള വസ്ത്രം ധരിച്ചിരിക്കണവരാ. വെള്ള വസ്ത്രം ധരിച്ച് ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനൊരു ചരിത്രം പറഞ്ഞുതരാം കേട്ടോ. ഒരു ചരിത്രം പറഞ്ഞുതരാം. നമുക്ക് വെള്ളയോട് ഭയങ്കര ദേഷ്യ. കാരണം എന്തേ? വെള്ള ഉസ്താദ്മാരുടെ വസ്ത്ര, മയ്യത്തിൻ്റെ വസ്ത്ര. അല്ലാഹു നൽകുമാറാവട്ടെ, അള്ളാഹു കാത്തിരിക്കുമാറാവട്ടെ. അള്ളാഹു ഞങ്ങൾക്ക് നീ വെള്ള വസ്ത്രം ധരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. വെള്ള വസ്ത്രം ധരിച്ച് ദുആ ചെയ്യാൻ കഴിയണം. അങ്ങനെ വെള്ള വസ്ത്രം ധരിച്ച് ദുആ ചെയ്തപ്പോ വർഷങ്ങളായി കിടന്ന കിടക്കപ്പായിൽ കിടന്നുകൊണ്ട് മലമൂത്ര വിസർജനം നടത്തിയ ഭാര്യ എണ്ണീറ്റ് നടന്നു എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ചരിത്രം പറയുന്നുണ്ട്. ഭർത്താവ് വെള്ള വസ്ത്രം ധരിച്ച് ദുആ ചെയ്തപ്പോ വർഷങ്ങളായി കിടന്ന കിടക്കപ്പായിൽ കിടന്നുകൊണ്ട് മലമൂത്ര വിസർജനം നടത്തിയ ഭാര്യ എണ്ണീറ്റ് നടന്നു എന്നൊരു ചരിത്രം പറയുന്നുണ്ട് കേട്ടോ. ഈ ചരിത്രം എൻ്റെ പ്രിയപ്പെട്ടവരെ പഠിക്കേണ്ട ചരിത്ര. ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ പറയാ, 2-3 ദിവസം കഴിഞ്ഞാൽ റമളാൻ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. പള്ളിയിൽ പോകുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ പോകാൻ കഴിയും. എല്ലാ മാസത്തിലും വെള്ള വസ്ത്രം ധരിക്കാൻ ഞാൻ പറയണില്ല. റമളാൻ ഒരുപാട് പവിത്രതയുള്ള മാസമാണ്.